എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ലേഡി TV കാണുമായിരിക്കും. പെട്ടെന്ന് അടുത്ത വീട്ടിൽ നിന്നും വരുന്ന ശബ്ദം കേട്ട് TV മ്യൂട്ടാക്കി അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കും. അപ്പോ ഇപ്പുറത്തൊരാൾ എന്തോ കട്ട് ചെയ്ത് ബ്ലഡൊക്കെ കഴുകിക്കളഞ്ഞ് പുറത്തേക്ക് റെഡിയായി ഇറങ്ങും. ആ സമയം നേരത്തെ കാണിച്ച ലേഡി അവനെ വിളിച്ചിട്ട് പറയും, നിന്റെ റൂമിൽ നിന്നും വരുന്ന സൗണ്ടും സ്മെല്ലും ഇപ്പൊ കൂടിയിട്ടുണ്ടെന്ന്. അത് കേട്ട് അവൻ പറയും, അത് ഫ്രീസർ കേടായിട്ട് അവിടെ ഇരുന്ന മീറ്റ് പഴകിയതിന്റെ സ്മെല്ലാണെന്ന്. അതിന് ആ ലേഡി പറയും, ഇതല്ലേ നീ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞതെന്ന്. അപ്പൊ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ പറയും, അതിന്റെ വളർത്തുമീൻ മരിച്ചതിന്റെ സ്മെല്ലാവുമെന്ന്. എന്നിട്ട് അവൻ അവിടെ നിന്നും പോകും. ഇത്രയും ആയപ്പോ തന്നെ ഇതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതാണ് ജെഫ്രി ഡാമർ. ഡാമർ വന്നിരിക്കുന്നത് ഒരു ഗേ ബാറിലേക്കാണ്. പുള്ളി ഒരു ഹോമോസെക്ഷൽ ആണ്. മാത്രമല്ല അവന്റെ വിക്ടിംസ് എല്ലാം മെയിൽസ് ആയിരുന്നല്ലോ. അങ്ങനെ ബാറിൽ വന്ന് അവിടെ ഇരിക്കുന്ന 3 പേർക്ക് അവൻ ഫ്രീ ഡ്രിങ്ക്സ് ഓഫർ ചെയ്യും. ശേഷം ഡ്രിങ്കിനിടയ്ക്ക് ഡാമർ അവനൊരു ഫോട്ടോഗ്രാഫർ ആണെന്നും അവന്റെ കൂടെ പോയി ന്യൂഡ് ഫോട്ടോഗ്രാഫി ചെയ്യാമെങ്കിൽ $50 കൊടുക്കാമെന്നും പറയും. അത് കേട്ട് അതിലൊരാൾ ഡാമറിന്റെ കൂടെ പോകും. ട്രേസി എന്നായിരുന്നു അയാളുടെ പേര്. ട്രേസിയും ഡാമറും കൂടി ഡാമറിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വരും. അപ്പാർട്ട്മെന്റിൽ കയറിയ ഉടനെ ട്രേസി അവിടുത്തെ സ്മെല്ല് ശ്രദ്ധിച്ച് അതെന്താന്ന് ഡാമറിനോട് ചോദിക്കും. അപ്പോ അതവന്റെ ഫാമിലി അയച്ചു കൊടുത്ത പോർക്ക് ചോപ്സ് ആണ്. ഫ്രീസർ ഓണാക്കാൻ മറന്നത് കൊണ്ട് ഇരുന്ന് പഴകിപ്പോയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഡാമർ അപ്പാർട്ട്മെന്റ് ലോക്ക് ചെയ്യും. ഇത് ട്രേസി ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ എന്തോ പന്തികേട് തോന്നും മൊത്തത്തില്. ജനല് തുറക്കട്ടെ എന്ന് ട്രേസി ചോദിക്കുമ്പോൾ അത് തുറക്കാൻ പറ്റില്ല. മാത്രമല്ല ജനല് തുറക്കുമ്പോൾ ഭയങ്കര നോയ്സ് ആയിരിക്കുമെന്ന് ഡാമർ പറയും. ട്രേസിക്ക് ഓൾറെഡി ആ മുഴുവൻ ആംബിയൻസ് ഒരു നെഗറ്റീവ് വൈബായി തോന്നും. അവിടുത്തെ അറ്റ്മോസ്ഫിയറും സ്മെല്ലും അവിടെ കണ്ട സൈറ്റാനിക് വൈബിലും ഒക്കെ. സ്മെല്ല് മാറാൻ ഇവിടെ AC ഉണ്ട്, റൂമിലാണെന്ന് പറഞ്ഞ് ഡാമർ ട്രേസിക്ക് ഒരു ഗ്ലാസ് ബിയർ കൊടുക്കും. അതിൽ ഡ്രഗ് കലക്കിയിട്ടുണ്ടായിരുന്നു. ട്രേസി ആ ഡ്രിങ്കിൽ എന്തോ കിടക്കുന്നത് കണ്ട് അതെന്താന്ന് ചോദിക്കും. അതിന് ഡാമർ പറയും അത് വല്ല പൊടിയുമായിരിക്കുമെന്ന്. ഇത് കണ്ടത് കൊണ്ട് തന്നെ ട്രേസി അതിൽ നിന്നും ഒരു സിപ്പ് എടുത്തിട്ട് മാറ്റിവെക്കും. എന്നിട്ട് എനിക്ക് കുറച്ച് ഫ്രഷ് എയർ വേണം, ഇവിടെ ഭയങ്കര സ്മെല്ലാണ്, ഞാൻ പോകുവാന്ന് പറയും. അത് കേട്ട് ഡാമർ അപ്സെറ്റ് ആവും. എല്ലാവരും എന്തിനാ എന്നെ തനിച്ചാക്കി പോണേ, നിനക്ക് സ്മെല്ലല്ലേ പ്രശ്നം, അതിനല്ലേ ഞാൻ AC ഓണാക്കാമെന്ന് പറഞ്ഞെന്ന് പറയും. എങ്കിൽ AC ഓണാക്ക് എന്ന് ട്രേസി പറയുമ്പോൾ ഓണാക്കാം, അതിനു മുന്നേ ഞാൻ എന്റെ അപ്പാർട്ട്മെന്റ് ഫുള്ളൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഫിഷ് ടാങ്കിന്റെ അടുത്ത് കൊണ്ടുപോയി മീനുകളെ കാണിച്ചു കൊടുക്കും. ഇതിനിടയിൽ ഡാമർ ഒരു വിലങ്ങെടുത്ത് ട്രേസിയുടെ ഒരു കൈ ലോക്കാക്കും. ഇത് കണ്ട് ട്രേസി പേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്കുമ്പോൾ ഇതൊക്കെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയാ, അല്ലാതെ ഒന്നിനുമല്ലെന്ന് ഡാമർ പറയും. പക്ഷെ ട്രേസി ബഹളം വയ്ക്കാൻ നോക്കുമ്പോൾ ഡാമർ അവന്റെ വാ പൊത്തിപ്പിടിച്ച് അവനെ തറയിൽ തള്ളിയിടും. എന്നിട്ട് ഒരു കത്തിയെടുത്ത് മിണ്ടാതിരിക്കാൻ പറയും. ഇതൊക്കെ ഇവിടെ നടക്കുമ്പോൾ അപ്പുറത്തെ അപ്പാർട്ട്മെന്റിലെ ലേഡി ഈ ശബ്ദം കേട്ട് ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കും. എന്നാൽ ആ സമയം ഡാമർ ട്രേസിയെ കത്തി കാണിച്ച് പേടിപ്പിച്ച് അവന്റെ റൂമിൽ കയറ്റി വാതിലടയ്ക്കും. എന്നിട്ട് ഒരു മൂവി പ്ലേ ചെയ്യും. ശേഷം ട്രേസിയോട് പറയും, നമുക്ക് ഈ മൂവി കാണാം, എന്നിട്ട് നിന്റെ ഫോട്ടോസ് എടുക്കാം, അത് കഴിഞ്ഞ് നിനക്ക് തരാന്ന് പറഞ്ഞ പൈസ തരാന്ന്. പക്ഷെ അപ്പോഴേക്കും ബെഡിലെ ബ്ലഡ് സ്റ്റെയിൻസും അവിടെ കോർണറിൽ ഇരിക്കുന്ന ബാരലും ഒക്കെ കണ്ട് ട്രേസി പേടിച്ചിരിക്കുമായിരിക്കും. ട്രേസി ഡാമറിനെ സെഡ്യൂസ് ചെയ്യാൻ നോക്കും. അങ്ങനെ ഒരു വിധത്തിൽ ട്രേസി ഡാമറിന്റെ റൂമിൽ നിന്നും ഹാളിലേക്ക് വരും. എന്നിട്ട് ഡാമറിനോട് ക്യാമറ എടുത്തു വരാൻ പറയും. ഡാമർ ക്യാമറയുമായി വന്ന് ഫോട്ടോസ് എടുക്കാൻ തുടങ്ങും. പക്ഷെ കുറച്ച് ഫോട്ടോസ് എടുത്ത് കഴിയുമ്പോഴേ മതി, ഇനി മൂവി കാണാമെന്ന് പറഞ്ഞ് ട്രേസിയെ കത്തി കാണിച്ച് റൂമിൽ വിളിച്ചു കൊണ്ടുപോകും. എന്നിട്ട് വീണ്ടും മൂവി പ്ലേ ചെയ്യും. മൂവി കാണുന്നതിനിടെ ഡാമർ ട്രേസിയുടെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ തുടങ്ങും. ട്രേസി ആണെങ്കിൽ പേടിച്ച് എല്ലാത്തിനും വഴങ്ങി കൊടുക്കുന്നുണ്ട്. ഡാമറിന്റെ ശ്രദ്ധ ഒന്ന് തെറ്റിയ നിമിഷം ട്രേസി അവനെ അറ്റാക്ക് ചെയ്ത് എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ട്രേസി ഓടി ഓടി ഒരു പോലീസ് വണ്ടി വരുന്നത് കണ്ട് അവരോട് കാര്യങ്ങൾ പറയുന്നു. അവർ ട്രേസിയെ കൂട്ടി ഡാമറിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വരും. എന്നിട്ട് ഡാമറിനോട് ട്രേസിയെ ഹാൻഡ് കഫ് വെച്ച് എന്തിനാ ലോക്ക് ചെയ്തതെന്ന് ചോദിക്കും. ആ കഫിന്റെ കീ എടുത്തുകൊണ്ട് വരാൻ പറയും. ഡാമർ കീ എടുക്കാൻ അകത്ത് കയറുമ്പോൾ പോലീസുകാരും കൂടെ അകത്ത് കയറും. അതിലൊരു പോലീസുകാരൻ കീ എടുക്കാമെന്ന് പറഞ്ഞ് ഡാമറിന്റെ റൂമിലേക്ക് പോകും. പക്ഷേ ഡാമറിന്റെ റൂമിലെ ഡ്രോയറിൽ നിന്നും കീ എടുത്ത പോലീസുകാരൻ നോക്കുമ്പോൾ അതിൽ കുറച്ച് ഫോട്ടോസ് കാണും. അത് കണ്ട ഉടനെ അയാൾക്ക് മനസ്സിലാകും ഡാമർ ഒരു കില്ലറാണെന്ന്. അങ്ങനെ അന്ന് ജെഫ്രി ഡാമർ അറസ്റ്റിലാകുന്നു. ഡാമറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിനിടയിൽ അടുത്ത വീട്ടിലെ ലേഡി പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് വട്ടം നിങ്ങളോട് പറഞ്ഞതല്ലേ അവിടെ എന്തോ നടക്കുന്നുണ്ട് എന്ന്, എന്നിട്ട് നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്തില്ല, ഇതൊക്കെ നിങ്ങളുടെ തെറ്റ് തന്നെയാ എന്ന് പറയും. ശേഷം കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഡാമറിന്റെ അച്ഛനെ വിളിച്ച് ഒരു മർഡർ അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്, പെട്ടെന്ന് വരണം എന്ന് പറയുന്നതായിരിക്കും. പുള്ളി വിചാരിക്കുന്നത് ഡാമറിനെ ആരോ കൊല്ലാൻ നോക്കിയെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഡാമർ ഒരാളെ കൊല്ലാൻ നോക്കിയതാണെന്ന് സ്റ്റേഷനിൽ വരുമ്പോഴായിരിക്കും പുള്ളി അറിയുന്നത്. പുള്ളി പോലീസിനോട് പറയും, അവനൊരു നല്ല കുട്ടിയായിരുന്നു, എന്റെയും അവന്റെ അമ്മയും തമ്മിലുള്ള ഡിവോഴ്സ് അവൻ ഒരുപാട് വിഷമം ഉണ്ടാക്കിയിരുന്നു. അവന് 18 വയസ്സായി ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയപ്പോഴും അതെല്ലാം അവനെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിരുന്നു. അവന് 4 വയസ്സുള്ളപ്പോൾ ഒരു
ഹെർണിയ ഓപ്പറേഷൻ ചെയ്തിരുന്നു. അതിനുശേഷം അവൻ പഴയ പോലെ ആയിരുന്നില്ല എന്ന്. എന്നിട്ട് ഡാമറിന്റെ അച്ഛൻ പോലീസുകാരോട് ഡാമർ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിക്കും. അതിന് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് നടന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ട്രേസിയെ റൂമിൽ കൊണ്ടുവന്നതും കൊല്ലാൻ നോക്കിയതും എല്ലാം. ഇതിലും കൂടുതൽ മർഡർ നടത്തിയതിന് അവന്റെ റൂമിൽ നിന്നും തെളിവ് കിട്ടിയെന്നും പറയും. ആ തെളിവുകൾ എന്താണെന്ന് കേട്ട് ഡാമറിന്റെ അച്ഛൻ ഞെട്ടിപ്പോകും. അവിടെ ഫ്രിഡ്ജിൽ ഒരാളുടെ തലയുണ്ടായിരുന്നു. ഫ്രീസറിൽ ഒരാളുടെ ഹൃദയവും ഒരാണിന്റെ ജനനേന്ദ്രിയവും ഉണ്ടായിരുന്നു. ബെഡ്റൂമിൽ 5 തലയോട്ടികൾ, കത്തികൾ, ചുറ്റിക, ആൾക്കാരെ കൊന്നതിന്റെ പോളറോയിഡ്സ്, ഒരു മനുഷ്യന്റെ ബ്ലീച്ച് ചെയ്ത അസ്ഥികൾ, പിന്നെ ഒരു ബാരലിൽ 57 ഗാലൺ ആസിഡ്. അതിൽ 3 പേരുടെ ടോർസോയും മറ്റ് അവയവങ്ങളും ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല, അവിടുത്തെ കിച്ചൺ യൂട്ടൻസിൽസ് പരിശോധിച്ചപ്പോഴും വിക്ടിംസിന്റെ ദേഹത്തെ മാർക്ക് പരിശോധിച്ചപ്പോഴും ഡാമർ പറഞ്ഞതനുസരിച്ചും അവനവന്റെ ചില വിക്ടിംസിന്റെ അവയവങ്ങൾ കഴിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകും. ഇതെല്ലാം പറഞ്ഞ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആ റൂമിൽ നിന്നും പോകും. ഡാമറിന്റെ അച്ഛൻ അയാളുടെ മകൻ ചെയ്ത ക്രൂരത ഓർത്ത് വിതുമ്പിപ്പോകും. അടുത്ത ദിവസം രാവിലെ പോലീസ് വന്ന് ഡാമർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലെ എല്ലാ പേരോടും ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി വെക്കേറ്റ് ചെയ്യാൻ പറയും. അടുത്തത് കാണിക്കുന്നത് ഡാമറിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഐഡന്റിഫിക്കേഷൻ നടത്തുന്നതായിരിക്കും. അവിടെ ഡാമറിന്റെ ഫുൾ ഡീറ്റെയിൽസ് അവർ എടുക്കും. ഡേറ്റ് ഓഫ് ബർത്ത് May 21, 1960, പിന്നെ ഫിംഗർ പ്രിന്റ്സ്, ഫോട്ടോഗ്രാഫ്സ്, ബൈറ്റ് മാർക്സ് എല്ലാം. ശേഷം ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. ഒരു അഡ്വക്കേറ്റിന്റെ പ്രസൻസിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാനുള്ള ഡാമറിന്റെ അവകാശം അവൻ തന്നെ വേണ്ടെന്ന് വെക്കും. എന്നിട്ട് അവൻ അവന്റെ കഥ പറയാൻ തുടങ്ങും. 1966 ഡാമറിന് 6 വയസ്സ്. അവൻ എലിമെന്ററി സ്കൂളിൽ പഠിക്കുന്ന സമയം. അവൻ വളരെ വിയേർഡായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അവൻ കാണുന്നത് അവന്റെ കുഞ്ഞനിയൻ അവിടെ കിടന്ന് കരയുന്നതാവും. അടുത്ത മുറിയിൽ പോയി അവന്റെ അമ്മയെ നോക്കുമ്പോൾ അവർ അനക്കമില്ലാതെ കിടക്കുവാവും. ഡാമറിന്റെ അമ്മ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ്. ഓവർഡോസ് കാരണം പറ്റിയതാണിത്. ഡാമർ ഉടനെ തന്നെ ആംബുലൻസ് വിളിക്കും. അവർ പെട്ടെന്ന് തന്നെ വന്ന് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഡാമറിന്റെ അച്ഛനെയും വിവരം അറിയിക്കും. പുള്ളി വന്നയുടനെ തന്നെ അങ്ങനെ അവൾ അവസാനം ആത്മഹത്യ ചെയ്തോ എന്നാണ് അവരോട് ചോദിക്കുന്നത്. എന്നിട്ട് പറയും അവളിത് വെറുതെ അഭിനയിക്കുന്നതാ, ഇതിനു മുന്നേ ഒരുപാട് വട്ടം ഇവളിത് ചെയ്തിട്ടുണ്ടെന്ന്. അതിന് പോലീസുകാർ പറയും അല്ല, ഇത് ശരിക്കും ഓവർഡോസ് തന്നെയാണെന്ന്. ആംബുലൻസിനെ വിളിച്ച് കാര്യം പറഞ്ഞത് നിങ്ങളുടെ മകനാണെന്ന് പറയും. അത് കേട്ട് പുള്ളി വന്ന ഡാമറിനോട് നല്ല കാര്യമാണ് ചെയ്തതെന്ന് പറഞ്ഞ് ഡാമറിന്റെ അനിയനെയും എടുത്ത് വീടിനകത്തേക്ക് പോകും. ഇത്രയും ആയപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡാമറിന്റെ ഫാമിലി സിറ്റുവേഷൻസ് മനസ്സിലായി കാണുമല്ലോ. അവരുടെ മാരേജ് അത്ര സന്തോഷകരമായിരുന്നില്ല. ഡാമറിന്റെ അമ്മ ഒരു ഡ്രഗ് അഡിക്റ്റ്, അച്ഛനാണെങ്കിൽ ജോലിക്ക് വേണ്ടി എപ്പോഴും യാത്രയായിരിക്കും. ഇതിനെ ചൊല്ലി എപ്പോഴും അവർ വഴക്കിടുമായിരുന്നു. ഇത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തിരുന്നത് ഡാമറിനെയാണ്. അവന്റെ അച്ഛനും അമ്മയും ഡിവോഴ്സിന്റെ വക്കീലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഡാമർ ഒരു വിയേർഡായിട്ടുള്ള ഒരു കുട്ടിയാണെന്ന്. അവൻ ഒരു ദിവസം അവന്റെ ടീച്ചറിന് കുറച്ച് ടാഡ്പോൾസിനെ പിടിച്ചുകൊണ്ട് കൊടുക്കും. ടീച്ചറിന് അത് വല്ലാണ്ട് തോന്നുമെങ്കിലും അവനോട് താങ്ക്സ് പറഞ്ഞ് അത് വാങ്ങും. ക്ലാസ് കഴിഞ്ഞ് അവിടുത്തെ ഒരു കുട്ടി ടീച്ചറിന്റെ കയ്യിൽ നിന്നും ആ ടാഡ്പോൾസിനെ വാങ്ങും. ഇത് ഡാമർ കണ്ട് അപ്സെറ്റ് ആയിട്ട് ആ പയ്യനെ ഫോളോ ചെയ്തു പോകും. എന്നിട്ട് ആരും അറിയാതെ അവന്റെ വീട്ടിൽ കയറി ടാഡ്പോളിനെ എടുത്ത് അതിൽ ഓയിൽ ഒഴിച്ച് അതിനെ എല്ലാത്തിനെയും കൊന്നുകളയും. അന്ന് രാത്രി ഡിന്നർ കഴിക്കുന്ന ടൈമിൽ ഡാമറിന്റെ അമ്മ ജോയ്സ് വീടിന്റെ അടിയിൽ എന്തോ ചത്ത് കിടക്കുന്നുണ്ട്, നല്ല സ്മെല്ല് വരുന്നതായി പറയും. അതിന് ഡാമറിന്റെ അച്ഛൻ രാവിലെ ക്ലീൻ ചെയ്യാം, ഇപ്പൊ കഴിക്കാന്ന് പറഞ്ഞ് കഴിക്കാൻ തുടങ്ങും. അടുത്ത ദിവസം രാവിലെ പുള്ളി വീടിനടിയിൽ നിന്നും ആ ചത്ത ജീവിയെ പുറത്തെടുക്കും. ഇതെല്ലാം കണ്ട ഡാമർ വളരെ ക്യൂരിയസ് ആയി നോക്കി നിൽക്കുന്നുണ്ട്. അത് ഒപ്പോസം എന്ന് പറഞ്ഞ ഒരു ജീവിയുടെ ബോഡിയായിരുന്നു. ഡാമർ അതിനെ തൊടുമ്പോ അവന്റെ അച്ഛൻ പറയും ക്യൂരിയസ് ആയിരിക്കുന്നത് നല്ലത് തന്നെയാ, പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് കൈ കഴുകണമെന്ന്. എന്നിട്ട് പുള്ളി പണ്ട് പഠിക്കുന്ന സമയത്തുള്ള ടാക്സിഡേമി ക്ലാസ്സുകളെ പറ്റി പറയും. തവളയെ കീറി മുറിച്ച് പരിശോധിക്കുന്നതൊക്കെ. ടാക്സിഡേമി ഡാമറിന് വല്ലാണ്ട് ഇഷ്ടമാകും. അവന്റെ അമ്മ പക്ഷെ അതിന് എതിര് നിൽക്കുമെങ്കിലും ഡാമറിന് പ്രത്യേകിച്ച് വേറെ ഹോബിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അച്ഛൻ അവന്റെ കൂടെ നിൽക്കും. അവനും അച്ഛനും കൂടി റോഡ് കില്ല് കളക്ട് ചെയ്ത് കീറി മുറിച്ച് അതിന്റെ ഹാർട്ടും ഇൻഡസ്റ്റൈനും ഒക്കെ പുറത്തെടുത്ത് പരിശോധിക്കും. ഇതിനിടയ്ക്ക് ഡാമർ അച്ഛനും അമ്മയും ഡിവോഴ്സ് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഒന്നും പറയാണ്ട് അവിടെ നിന്ന് പോകും. അടുത്തത് കാണിക്കുന്നത് ഒരുപാട് വർഷം കഴിഞ്ഞുള്ള കാര്യമാണ്. വർഷം 1981. ഡാമറിന് 21 വയസ്സ്. അവൻ മയാമിയിൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുവാകും. ഡാമർ ഇപ്പോൾ ഒരു ആൽക്കഹോളിക് ആണ്. അവൻ അവിടെ ഒരു മീറ്റ് സ്റ്റോറിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനുള്ള പാടുകൊണ്ടും പണമില്ലാത്തത് കൊണ്ടും അവൻ അച്ഛനോട് റിക്വസ്റ്റ് ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് വരും. അച്ഛൻ അവനെ അവന്റെ അമ്മമ്മയുടെ വീട്ടിലാക്കിയിട്ട് ഒരു ജോലി കണ്ടുപിടിക്കണം, അമ്മമ്മയെ ശല്യം ചെയ്യരുതെന്നൊക്കെ പറയും. ഡാമർ അമ്മമ്മയുടെ നാട്ടിലെ ഒരു മീറ്റ് സ്റ്റോറിൽ ജോലിക്ക് കയറും. അവിടെ ജോലിക്ക് ഷർട്ട് മാത്രമേ ഇടാവൂ എന്നുള്ളത് കൊണ്ട് ഡാമർ ഷർട്ട് വാങ്ങാൻ ഒരു കടയിൽ വരും. അവിടെ നിന്ന് ഷർട്ട് വാങ്ങി ബില്ല് കൊടുക്കും.
കൊടുക്കുമ്പോൾ അവൻ അവിടെ ഒരാൾ ഒരു മാനിക്വിനെ സെറ്റ് ചെയ്യുന്നത് കാണും. അത് കണ്ട് ഡാമറിന് ഉള്ളിൽ അതിനോട് ഒരു അട്രാക്ഷൻ തോന്നും. അവൻ ബില്ലും പേ ചെയ്ത് ഷർട്ടും എടുത്ത് ആരും അറിയാതെ ട്രയൽ റൂമിൽ കയറി ഒളിച്ചിരിക്കും. എന്നിട്ട് രാത്രി എല്ലാരും പോയി കഴിഞ്ഞ് സെക്യൂരിറ്റി കാണാതെ ആ മാനിക്വിനും അടിച്ചുകൊണ്ട് വീട്ടിൽ വരും. എന്നിട്ട് വീട്ടിൽ വന്ന് അവൻ ആ മാനിക്വിനെ എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങും. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അടുത്ത ദിവസം രാവിലെ ഡാമർ ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ അവന്റെ അമ്മമ്മ കഴുകിയ ബെഡ്ഷീറ്റുമായിട്ട് അവന്റെ അടുത്തേക്ക് വരും. അപ്പോൾ ഡാമർ അത് പുറത്തു വെച്ചിരുന്നാൽ മതി അമ്മമ്മ, എന്റെ ബെഡ് എനിക്ക് തന്നെ സെറ്റ് ചെയ്യുന്നതായി ഇഷ്ടമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകും. അമ്മമ്മ അത് അവിടെ വെക്കും. എന്നിട്ട് വെറുതെ ഡാമറിന്റെ മുറിയിൽ കയറുമ്പോൾ ബെഡിൽ എന്തോ കിടക്കുന്നത് കാണും. അമ്മമ്മ ബെഡ്ഷീറ്റ് മാറ്റി നോക്കുമ്പോൾ ഞെട്ടിപ്പോകും. അടുത്തത് കാണിക്കുന്നത് വീണ്ടും 10 വർഷം കഴിഞ്ഞുള്ള കാര്യമാണ്. 1991. ഡാമറിന് 31 വയസ്സ്. ഈ സീരീസിൽ ഒരുപാട് ടൈം ജംപ്സ് ഉണ്ട്, പക്ഷെ എല്ലാം അടുത്തടുത്ത എപ്പിസോഡുകളിൽ തന്നെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്ര കൺഫ്യൂസിംഗ് ആയി തോന്നില്ല. ഞാനെല്ലാം ക്ലിയർ ആയി തന്നെ പറയാം. അങ്ങനെ ഡാമർ ഇപ്പൊ ഒരു ഡെഡ് ബോഡിക്ക് അടുത്തിരിക്കുന്നതാവും കാണിക്കുന്നത്. അന്ന് രാത്രി ഡാമർ ബിയർ വാങ്ങാൻ ലിക്കർ സ്റ്റോറിൽ പോകുമ്പോൾ അതിന് ഫ്രണ്ടിൽ കുറച്ച് കുട്ടികൾ നിൽക്കുന്നത് കാണും. ഡാമർ അവരോട് പറയും, നിങ്ങളുടെ ഫേക്ക് ഐഡി വർക്ക് ആയില്ലല്ലേ, എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങി തരാന്ന്. അത് കേട്ട് അതിലൊരു മുടി വളർത്തിയ പയ്യൻ അവൻ എന്ത് ഡ്രിങ്ക് ആണ് വേണ്ടതെന്ന് പറയും. ഡാമർ അത് വാങ്ങി പുറത്തു വന്നിട്ട് ആ പയ്യനെ വീട്ടിലേക്ക് വിളിക്കും. ഇതിലെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ആ പയ്യന് ഡാമർ ആരാണെന്ന് അറിയാം. അവന്റെ ബ്രദറിനെ ഉപദ്രവിച്ചതിന് ഡാമർ അകത്ത് കിടന്നിട്ടുണ്ട്. പക്ഷെ ഡാമർ പൈസ കൊടുക്കാമെന്ന് പറയുന്ന കേട്ട് വീട്ടിലെ അവസ്ഥയും ഓർത്ത് ആ പയ്യൻ ഡാമറിന്റെ കൂടെ പോകും. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിലെ അപ്പാർട്ട്മെന്റ് ഇല്ലേ, അവിടെയാണ് ഇത് നടക്കുന്നത്. നേരത്തെ കാണിച്ച ആളുടെ ബോഡി ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. അവിടെ വന്ന് രണ്ടുപേരും കുടിക്കും. എന്നിട്ട് ആ പയ്യൻ ഡാമറിനെ അറിയാമെന്ന കാര്യം പറയുമ്പോൾ ഡാമർ നീ പിന്നെ എന്തിനാ വന്നതെന്ന് ചോദിക്കും. അത് കേട്ട് അവൻ പറയും, എന്റെ ഫാമിലിക്ക് ഇപ്പൊ ഈ പൈസ ആവശ്യമാണെന്ന്. ശേഷം കുടിച്ച് ബോധം പോയ ആ പയ്യനെ റൂമിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് ഡാമർ അവന്റെ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങും. ആ പയ്യന് 14 വയസ്സേ ഉള്ളൂ എന്ന് ഡാമറിന് അറിയാമായിരുന്നു. ഫോട്ടോസ് എല്ലാം എടുത്തു കഴിഞ്ഞ് ഡാമർ ആ പയ്യനോട് പറയും, ഇനി നമുക്ക് എന്തെങ്കിലും ഫണ്ണായിട്ട് ചെയ്യാമെന്ന്. ഇത് കേട്ട് പാതി മയക്കത്തിലും അവൻ അവിടെ നിന്ന് ഓടാൻ നോക്കും. എങ്കിലും അവിടെ കിടന്ന ബോഡിയിൽ തട്ടി അവൻ അവിടെ വീഴും. ഡാമർ അവനെ എടുത്ത് ബെഡിൽ കിടത്തിയിട്ട് ഒരു ഡ്രിൽ എടുത്തു കൊണ്ടുവരും. എന്നിട്ട് ആ പയ്യനോട് പറയും, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു പോകുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ എന്റെ സോംബിയാക്കാൻ പോകുവാണ്. പക്ഷെ പേടിക്കണ്ട, നിനക്ക് വേദനിക്കില്ല, ബ്രെയിനിൽ നെർവ് എൻഡിങ്സ് ഒന്നുമില്ല, ഇത് ചെറിയൊരു ലൊബോട്ടമി പോലെയാണെന്ന് പറയുമ്പോഴേക്കും ആ പയ്യന്റെ ബോധം വീണ്ടും പോകും. കുറച്ചു കഴിഞ്ഞ് അവന് ബോധം വരുമ്പോൾ അപ്പാർട്ട്മെന്റിൽ ആരും ഉണ്ടാവില്ല. അവൻ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകും. അപ്പോ പക്ഷെ അവന് പൂർണ്ണമായും ബോധമുണ്ടാവില്ല. എന്താ ചുറ്റും നടക്കുന്നതെന്നോ സംസാരിക്കാനോ അറിയാത്ത അവസ്ഥ. അവൻ പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ അടുത്ത അപ്പാർട്ട്മെന്റിലെ ലേഡിയുടെ മകൾ ഈ പയ്യനെ കാണും. അവരിത് കണ്ട് പോലീസിനെ അറിയിക്കും. അങ്ങനെ പോലീസ് വന്ന് അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തുപോയ ഡാമർ അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ പോലീസിനെ കണ്ട് ഒന്ന് പതറുമെങ്കിലും അവർ ചോദിക്കുമ്പോൾ ആ പയ്യൻ അവന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയും. അവൻ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഡാമർ പറയും, അവൻ കുടിച്ച് ബോധം പോയതാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ലെന്ന്. അവന്റെ തലയിലെ രക്തം കണ്ട് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ വീണതാണെന്ന് പറയും. ആ ലേഡിക്കും അവരുടെ മക്കൾക്കും ഡാമറിന് നല്ല സംശയമുണ്ടെങ്കിലും ആ പയ്യനൊരു മൈനർ ആണെന്ന് അവർ പറയുന്നത് പോലീസുകാർ മൈൻഡ് ആക്കില്ല. അന്ന് ഈ റേസിസം ഒക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്ന സമയമാണ്. അതാണ് അങ്ങനെ. ഡാമർ പോലീസുകാരോട് പറയും, നിങ്ങൾ എന്റെ കൂടെ വന്നാൽ ഇവൻ എന്റെ കൂടെയാണ് താമസിക്കുന്നതെന്ന് ഞാൻ തെളിയിക്കാം, ഞങ്ങളുടെ ഫോട്ടോസ് ഒക്കെ അവിടെ ഉണ്ടെന്ന്. ഇവൻ ഓൾറെഡി പോലീസിനോട് ആ പയ്യന് 19 വയസ്സാണെന്ന് കള്ളം പറഞ്ഞിരുന്നു. അങ്ങനെ അവർ ഡാമറിന്റെ കൂടെ അവന്റെ റൂമിലേക്ക് പോകും. ഇവർ ഗേ കപ്പിൾ ആണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ആ പോലീസുകാർക്ക് അപ്പാർട്ട്മെന്റിലേക്ക് കയറാൻ തന്നെ ഒരു മടി കാണും. ഡാമർ എടുത്തു കൊടുക്കുന്ന ഫോട്ടോസ് പോലും അവർ മര്യാദയ്ക്ക് നോക്കില്ല. ആ പോലീസുകാർക്കും റൂമിൽ നിന്ന് സ്മെല്ല് വരുന്നത് മനസ്സിലാകും. അവർ ചോദിക്കുമ്പോൾ അവരോടും ഡാമർ ആ പഴകിയ മീറ്റിന്റെ കഥ തന്നെ പറയും. പോലീസുകാർ അപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്യണമെന്ന് പറയുമെങ്കിലും അവരത് ക്ലിയർ ആയിട്ട് നോക്കില്ല. നോക്കിയിരുന്നെങ്കിൽ ഡാമറിന്റെ റൂമിൽ കിടന്ന മറ്റൊരു ബോഡി അവർ കാണുമായിരുന്നു. ഡാമറിന്റെ കഥയിൽ അതോറിറ്റീസിന്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട്. അതാണ് അവൻ അത്രയും കാലം പിടിക്കപ്പെടാതിരുന്നത്. എന്തായാലും പോലീസുകാർ വന്ന് ജോലി എങ്ങനെയെങ്കിലും ഒക്കെ തീർത്തു എന്ന് കാട്ടിക്കൂട്ടിയിട്ട് അവിടെ നിന്ന് പോകും. അവർ പോകുന്നത് ആ ലേഡി കാണുന്നുണ്ട്. ആ ലേഡി റിയൽ ലൈഫിൽ പോലീസിനെ വിളിച്ച് ആ കുട്ടിയെ പറ്റി തിരക്കുന്നതിന്റെ കോൾ റെക്കോർഡിംഗ്സ് ഒക്കെ സീരീസിലുണ്ട്. പോലീസുകാർ പോയ ഉടനെ തന്നെ ഡാമറിന്റെ റൂമിൽ നിന്ന് മ്യൂസിക്കും ഡ്രില്ലിന്റെ സൗണ്ടും ഒക്കെ കേൾക്കാൻ തുടങ്ങും. 1959 മിൽവാക്കി എന്ന സ്ഥലം. ഡാമറിനെ അവന്റെ അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയം. അവർ അന്ന് മുതലേ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. അവർ അവരുടെ പ്രിസ്ക്രിപ്ഷൻ പിൽസ് ഓവറായി കഴിച്ച് കിളി പോയി മഞ്ഞത്ത് വഴിയിൽ പോയിരിക്കും. ജോലി കഴിഞ്ഞ് വരുന്ന ഡാമറിന്റെ അച്ഛൻ ഇത് കാണും. അടുത്ത ദിവസം തന്നെ ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഡാമറിന്റെ അച്ഛൻ അവന്റെ അമ്മയെയും കൂട്ടി ഡോക്ടറിന്റെ അടുത്ത് വരും. എന്നിട്ട് ഈ പിൽസിന്റെ കാര്യം സംസാരിക്കും. ജോയ്സ് ഡെയിലി 26 പിൽസ് ആണ് കഴിക്കുന്നതെന്ന് ഡാമറിന്റെ അച്ഛൻ പറയുമ്പോൾ ഡോക്ടർ അത് കാര്യമാക്കില്ല. അതൊക്കെ പ്രഗ്നൻസിയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയും. ജോയ്സിനാണ്
അച്ഛനാണെങ്കിൽ അവൾ ചെയ്യുന്നതെല്ലാം ശരിയാണ്, ബാക്കി എല്ലാവരും തെറ്റാണെന്ന ധാരണയാണ്. ജോയ്സ് ഡാമറിന്റെ അച്ഛന്റെ മുഖത്ത് നോക്കി പറയും, എനിക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയെന്ന്. അവര് പറയും, ചില സ്ത്രീകൾ പ്രഗ്നൻസി എൻജോയ് ചെയ്യാറുണ്ട്, പക്ഷേ എനിക്ക് പറ്റില്ലെന്ന്. അടുത്തത് കാണിക്കുന്നത് 18 വർഷം കഴിഞ്ഞുള്ള കാര്യമാണ്. ഡാമറിന് 17 വയസ്സ്. അവനും അച്ഛനും കൂടി മീൻ പിടിക്കാൻ വന്നേക്കുവാവും. അച്ഛൻ അവന് ഫിഷിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കും. ഇതിനിടയ്ക്ക് ഡാമർ സ്ട്രെയിറ്റ് ആണോ അതോ ഹോമോസെക്ഷൽ ആണോ എന്നൊക്കെ അറിയാൻ അവന്റെ അച്ഛൻ ഒരുപാട് കൊനസ്റ്റ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെയൊക്കെ ഡാമർ മനഃപൂർവ്വം ഒഴിവാക്കും. എന്നിട്ട് അവർ പിടിച്ച മീൻ കട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഡാമർ അവൻ പിടിച്ച മീൻ ഞാൻ കട്ട് ചെയ്തോട്ടെ എന്ന് അച്ഛനോട് ചോദിക്കും. എന്നിട്ട് കട്ട് ചെയ്യാൻ തുടങ്ങും. മീനിന്റെ ഇന്റേണൽ ഓർഗൻസ് കണ്ട് ഡാമറിനൊരു വല്ലാത്ത അനുഭൂതി കിട്ടും. അടുത്തത് കാണിക്കുന്നത് ഡാമർ രാത്രി ഒരു പ്ലേ ബോയ് മാഗസീനൊക്കെ എടുത്തു വെച്ച് എന്തോ ചെയ്യുന്നതാ. എന്നാൽ അതിനിടയ്ക്ക് അച്ഛനും അമ്മയും കൂടി വഴക്കിടുന്നത് കേട്ട് അവൻ അങ്ങോട്ട് ചെല്ലും. ഡാമറിന്റെ അമ്മ അവിടെ UFO ഒക്കെ റിയൽ ആണ്, അവർ അത് കണ്ടു എന്നൊക്കെ പറഞ്ഞ് ബഹളം. ഇവർക്ക് പിൽസ് കഴിച്ച് കിളി പോയി. എന്തായാലും ഡാമർ തിരിച്ച് റൂമിൽ വന്ന് പഴയ പണി തുടങ്ങും. പക്ഷെ അവന് ഒന്നും തോന്നില്ല. എന്നാൽ അവൻ അന്ന് കട്ട് ചെയ്ത ആ മീനിന്റെ ഇന്റേണൽ ഓർഗൻസിനെ പറ്റി ഓർക്കുമ്പോൾ വികാരം വരാൻ തുടങ്ങും. എന്തൊക്കെ തരം മനുഷ്യരാണോ. അടുത്ത ദിവസം സ്കൂളിൽ ടാക്സിഡർമി ക്ലാസ് ഉണ്ടാവും. അതിൽ ഡാമർ നന്നായി പെർഫോം ചെയ്യും. ഒരു പന്നിക്കുട്ടിയുടെ ബോഡിയായിരുന്നു അവരതിന് ഉപയോഗിച്ചത്. ക്ലാസ് കഴിഞ്ഞ പ്രൊഫസർ ഡാമറിനോട് നന്നായി പെർഫോം ചെയ്തെന്ന് പറയുമ്പോൾ വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യാൻ ഒന്നിനെ കൊടുക്കാമോ എന്ന് സാറിനോട് ചോദിക്കും. ഇത് കേട്ട സാർ, എന്റെ 22 വർഷത്തെ എക്സ്പീരിയൻസിൽ ആദ്യമായി ആ ഒരാൾ എന്നോട് ഇത് ചോദിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ ഒരെണ്ണം വീട്ടിൽ കൊടുത്തുവിടും. അടുത്തത് കാണിക്കുന്നത് ജോയ്സിന്റെയും ഡാമറിന്റെ അച്ഛന്റെയും ഡിവോഴ്സ് സെറ്റിൽമെന്റ് ഡിസ്കഷൻ ആയിരിക്കും. ജോയ്സ് ഡാമറിന്റെ അച്ഛൻ ഫിസിക്കലി അബ്യൂസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് 2 മക്കളുടെയും കസ്റ്റഡി റൈറ്റ്സ് വാങ്ങിച്ചെടുക്കും. എന്നിട്ട് ഡാമറിന്റെ ബ്രദർ ഡേവിഡിനെയും വിളിച്ച് അവിടെ നിന്നും പോകും. ഡാമറിനെ അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അവന്റെ അച്ഛൻ ചോദിക്കുമ്പോൾ ജോയ്സ് പറയും, അവന് 17 വയസ്സായില്ലേ, അവന്റെ കാര്യങ്ങൾ അവൻ തന്നെ നോക്കിക്കോളുമെന്ന്. അത് കഴിഞ്ഞ് അച്ഛൻ വീട്ടിൽ വിഷമിച്ചിരിക്കുമ്പോൾ ഡാമർ അങ്ങോട്ടേക്ക് വരും. ഡാമറിനോട് അയാൾ നടന്ന കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് അവിടെ നിന്ന് പോകും. അടുത്ത ദിവസം ജോയ്സ് ഡാമറിന്റെ അച്ഛൻ വീട്ടിലില്ലാത്ത സമയത്ത് വന്ന് അവരുടെയും ഡേവിഡിന്റെയും സാധനങ്ങൾ എടുത്ത് പോകാൻ പോകുമ്പോൾ ഡാമർ അവൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അതിന് നീ എന്തെങ്കിലും ചെയ്തോ, നിനക്ക് എന്നെ വേണ്ടല്ലോ, നിന്റെ അച്ഛനെ പോരെയെന്ന് ചോദിച്ച് അവിടെ നിന്ന് പോകും. ആ വീട്ടിൽ ഡാമർ ഒറ്റയ്ക്ക്. ഇനി എന്തൊക്കെയാണോ നടക്കാൻ പോണേ. അവനെന്നും ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരാൾ ജോഗ് ചെയ്യുന്നത് കാണും. ഡാമർ അവനോട് അട്രാക്ട് ആയിട്ട് അവനെ പോലെ അവൻ വർക്കൗട്ട് ചെയ്തു തുടങ്ങും. കൂട്ടത്തിൽ കുറെ ബിയറൊക്കെ മേടിച്ച് മറ്റേ പയ്യൻ അവന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനൊക്കെ തുടങ്ങും. ഒരു ദിവസം ഡാമർ ആ പയ്യനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുമെങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷപ്പെടും. ഡാമറിന്റെ അമ്മ ഒരു കൗൺസിലിങ്ങിന് പോയി അവിടെ അവർ കൗൺസിലിംഗ് കൊടുക്കാൻ തുടങ്ങും. കള്ളന്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിച്ച അവസ്ഥ. ഡാമർ ആണെങ്കിൽ ഒരു പക്ക ആൽക്കഹോളിക് ആവും. സ്കൂളിലൊക്കെ വന്ന് വരെ ബിയർ കുടിക്കാൻ തുടങ്ങും. ഒരു ദിവസം ഡാമർ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഒരു പയ്യൻ ലിഫ്റ്റ് ചോദിക്കും. അവിടെ അടുത്ത് നടക്കാൻ പോകുന്ന കോൺസേർട്ടിൽ പങ്കെടുക്കാൻ വന്നതായിരിക്കും അവൻ. ഡാമർ അവനെ വണ്ടിയിൽ കയറ്റി വീട്ടിൽ കൊണ്ടുപോയിട്ട് പറയും, കോൺസെർട്ട് ഇവിടെ അടുത്തല്ലേ, നമുക്ക് കുറച്ച് ബിയറൊക്കെ കുടിച്ച് വീടൊക്കെ സ്മോക്ക് ചെയ്ത് ഇച്ചിരി വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് പോകാമെന്ന്. അവനത് വിശ്വസിച്ച് കൂടെ ചെല്ലുകയും ചെയ്യും. എന്നാൽ സമയമായിട്ട് ആ പയ്യൻ നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ ഡാമർ നമുക്കൊരു ബിയർ കൂടി കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ബിയർ എടുത്തുകൊണ്ട് വരും. എന്നിട്ട് ആ പയ്യനെ കിസ് ചെയ്യാൻ നോക്കും. നീ ഇതെന്തൊക്കെയാടാ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ച് അവൻ ഡാമറിനെ ചീത്തയും വിളിച്ച് അവിടെ നിന്ന് പോകാൻ ഇറങ്ങുമ്പോൾ ഡാമർ പുറകെ ചെന്നൊരു ഡംബൽ എടുത്ത് അവന്റെ തലക്കടിക്കും. എന്നിട്ട് മരിക്കാത്ത അവനെ സൈക്കോ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലും. അന്ന് രാത്രി ആരും കാണാതെ ആ പയ്യന്റെ ബോഡി വീടിന്റെ ബേസിൽ കൊണ്ടിടും. കുറച്ചു കഴിഞ്ഞ് അതവിടെ കിടന്നാൽ ശരിയാകില്ലെന്ന് തോന്നിയ ഡാമർ ആ ബോഡി എടുത്ത് ഗാരേജിൽ കൊണ്ടുപോയി ടാക്സിഡർമി ചെയ്യുന്ന പോലെ കീറി മുറിച്ച് പ്ലാസ്റ്റിക് ബാഗുകളിലാക്കി കൊണ്ട് കളയാൻ പോകും. ബിയർ കുടിച്ച് ഫിറ്റായ ഡാമറിന്റെ ഡ്രൈവിംഗ് കണ്ട് പോലീസ് അവനെ തടഞ്ഞു നിർത്തും. എന്നിട്ട് പ്ലാസ്റ്റിക് ബാഗുകളിൽ എന്താ എന്ന് അവർ ചോദിക്കും. അതിന് അവൻ പറയും, എന്റെ അച്ഛനും അമ്മയും ഇപ്പോൾ ഒരു ഡൈവോഴ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ആ വിഷമം മാറാൻ ഞാൻ യാർഡ് വർക്ക് ചെയ്യും, അതിന്റെ വേസ്റ്റ് ആണ് അതെന്ന് പറയും. അത് കേട്ട് പോലീസുകാർ ഡാമറിന് ഒരു വാണിംഗ് കൊടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വിടും. വീട്ടിലെത്തിയ ഡാമർ ആ പയ്യന്റെ രക്തവും മാംസവും ഒക്കെ ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്യും. എല്ലുകളൊക്കെ ബേക്ക് ചെയ്ത് പൊടിച്ച് അവന്റെ വീടിന്റെ മുകളിൽ കയറിയിട്ട് പറമ്പിൽ മുഴുവൻ വിതറിയിടും. പ്രസന്റിൽ ഡാമറിന്റെ ഒഹായോയിലെ വീട്ടിൽ നിന്നും ആദ്യം ഡംബലിന് തലക്കടിയേറ്റ് മരിച്ച ആ പയ്യന്റെ അവശിഷ്ടങ്ങൾ ഫോറൻസിക് കണ്ടെടുക്കുവാവും. അതെന്തിനാണ് അങ്ങനെ അവിടെ വിതറിയതെന്ന് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ചോദിക്കുമ്പോൾ ഡാമർ പറയും, ആ സമയം ഞാൻ പേടിച്ചു പോയിരുന്നു. അവന്റെ എല്ലുകൾ പൊടിക്കാൻ നോക്കിയിട്ട് നടന്നില്ല, കാരണം എല്ലിന്റെ അകംഭാഗമൊക്കെ വെറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവന്റെ എല്ലെല്ലാം ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തിട്ട് പൊടിച്ചു. എന്നിട്ട് അവന്റെ പ്രസൻസ് എപ്പോഴും ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് അതവിടെ വിതറിയതെന്ന്. ഡാമറിന് സ്പ്ലാങ്ക്നോഫീലിയ എന്നൊരു കണ്ടീഷൻ ഉണ്ടായി
ഉണ്ടായിരുന്നതായിട്ട് ഇൻവെസ്റ്റിഗേഷന് സഹായിച്ച സൈക്കോളജിസ്റ്റ് ഡാമറിനോട് പറഞ്ഞെന്ന് അവൻ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനോട് പറയും. ആ കൊലയ്ക്ക് ശേഷം അവൻ ഒരുപാട് നാളത്തേക്ക് ഒന്നും ചെയ്യാതെ സൈലന്റ് ആയിരിക്കും. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഡാമറിന്റെ അച്ഛനും പുള്ളിയുടെ പുതിയ ഗേൾഫ്രണ്ടുമായ ഷരിയും കൂടി വീട്ടിലേക്ക് വരും. അപ്പോഴാണ് പുള്ളി അറിയുന്നത് ഡാമറിന്റെ അമ്മ അവനെ അവിടെ ഒറ്റയ്ക്കാക്കി പോയിട്ട് 3 മാസമായെന്ന്. ഡാമറിന്റെ അപ്പോഴത്തെ അവസ്ഥയും അമ്മ അവനെ ഒറ്റയ്ക്കാക്കി പോയതുമൊക്കെ അറിഞ്ഞ് ഡാമറിന്റെ അച്ഛൻ അവനെയും കൂട്ടി പുറത്തു വന്ന് അവനോട് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങും, അവന്റെ താല്പര്യങ്ങളും ഫ്യൂച്ചറിനെ പറ്റിയുമൊക്കെ. പക്ഷെ അവന്റെ ഫീലിംഗ്സിനെ പറ്റി പറയാൻ തുടങ്ങുമ്പോഴേക്കും ഡാമറിന്റെ അച്ഛൻ വിഷയം മാറ്റിയിട്ട് അവന് കോളേജിൽ അഡ്മിഷൻ വാങ്ങുന്ന കാര്യം പറയും. പുള്ളി ഡാമറിന്റെ സെക്ഷുവാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അത് അവന്റെ ജീവിതത്തിലെ ഒരു ഫേസ് ആയിട്ടാണ് പുള്ളി കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു റിയാലിറ്റി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാതിരുന്നാൽ അതെല്ലാം തനിയെ ശരിയാക്കുമെന്ന് അയാൾ വിശ്വസിച്ചു. സത്യം പറഞ്ഞ ഡാമറിന്റെ അച്ഛന്റെ ഈ ഒരു തെറ്റാണ് പിന്നെയുള്ള എല്ലാ കൊലകളുടെയും ഒരു കാരണമായിട്ട് മാറിയേക്കുന്നത്. അത് കഴിഞ്ഞ് ഡാമറിന് അവന്റെ അച്ഛൻ കോളേജിൽ അഡ്മിഷൻ വാങ്ങി കൊടുക്കുമെങ്കിലും അവൻ ക്ലാസ്സിലൊന്നും പോകാത്തത് കൊണ്ടും മാർക്കൊക്കെ കുറവായത് കൊണ്ടും അവനെ കോളേജിൽ നിന്നും എക്സ്പെൽ ചെയ്യും. ഇതുകൂടി കേട്ട് വിഷമിച്ച ഡാമറിന്റെ അച്ഛൻ അവനോട് ആർമിയിൽ ജോയിൻ ചെയ്യാൻ പറയും. അങ്ങനെ സൈക്കോ ഡാമർ ആർമിയിൽ ജോയിൻ ചെയ്യും. 1 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വരും. ഡാമറിന്റെ അച്ഛന് അവനെ ഓർത്ത് സന്തോഷവും അഭിമാനവും. എന്നാൽ ആർമിയിൽ മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് ആവാൻ ട്രെയിനിങ് എടുത്ത ഡാമർ അവിടുത്തെ ഹിപ്നോട്ടിക് മെഡിസിൻസ് ഒക്കെ ഉപയോഗിച്ച് ട്രൂപ്പ്മേറ്റ്സിനെയൊക്കെ സെക്ഷുവലി അബ്യൂസ് ചെയ്യുവാവും. അടുത്ത് കാണിക്കുന്നത് 1981. ഡാമറിനെ ആർമിയിൽ നിന്നും പിരിച്ചുവിട്ടു. ഡ്രിങ്കിങ് കാരണമാണ് പിരിച്ചുവിട്ടതെന്നാവും ഡാമർ അച്ഛനോട് പറയുന്നത്. ഇത്രയൊക്കെ ആയപ്പോഴേക്കും ഡാമറിന്റെ അച്ഛൻ അവനിൽ കുറച്ച് ഡിസപ്പോയിന്റഡ് ആയി തുടങ്ങിയിരുന്നു. ഇത് കഴിഞ്ഞാണ് ഡാമർ ആ മയാമിയിലെ മീറ്റ് സ്റ്റോറിൽ ജോലിക്ക് കയറുന്നതും അവിടെ പറ്റാണ്ട് തിരിച്ചു വന്ന ഡാമറിനെ അച്ഛൻ അമ്മമ്മയുടെ വീട്ടിലാക്കുന്നതും. ഡാമർ അമ്മമ്മയുടെ വീട്ടിനടുത്ത് ഒരു മീറ്റ് സ്റ്റോറിൽ ജോലിക്ക് കയറിയിട്ട് അവിടെ ഇടാൻ ഷർട്ട് വാങ്ങാൻ ടെക്സ്റ്റൈൽസിൽ പോയതും അവിടെ നിന്ന് ഒരു മാനിക്യൂൻ അടിച്ചു കൊണ്ടുവന്നതും അത് അവന്റെ അമ്മമ്മ കാണുന്നതുമൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതിനുശേഷം എന്താ നടന്നതെന്നാ ഇനി കാണിക്കുന്നേ. അമ്മമ്മ ആ മാനിക്യൂൻ എടുത്ത് ഗാർബേജിൽ കളയും. ജോലി കഴിഞ്ഞു വന്ന ഡാമർ മാനിക്യൂൻ പോയ ദേഷ്യത്തിൽ അമ്മമ്മയോട് തട്ടിക്കയറിയിട്ട് അവിടെ നിന്നും പോകും. അന്ന് രാത്രി ഡിന്നർ കഴിക്കുന്ന സമയത്ത് ഡാമർ അമ്മമ്മയോട് ക്ഷമ പറയും. അവൻ ആ മാനിക്യൂൻ ഒരു ഫ്രണ്ടിനെ പോലെ വെച്ചിരുന്നതാണെന്ന് പറയും. അമ്മമ്മ അവനോട് പറയും, കുഴപ്പമില്ല, നീ പുറത്തുപോയി ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്ക്, ഇവിടെ അടുത്തൊരു സ്റ്റേറ്റ് ഫെയർ നടക്കുന്നുണ്ട്, ബിയർ ട്രെൻഡ് ഒക്കെ ഉണ്ട്, നീ അങ്ങോട്ട് പോയി എൻജോയ് ചെയ്യാൻ. ഡാമർ അങ്ങനെ അവിടെ പോകും. ബിയറൊക്കെ കുടിച്ച് ബോധമില്ലാണ്ട് അവൻ അവന്റെ ആദ്യത്തെ വിക്ടിമിനെ ഹാലുസിനേറ്റ് ചെയ്യാൻ തുടങ്ങും. അവന്റെ ആദ്യത്തെ വിക്ടിമിനെ അവൻ അവിടെ കാണും. എന്നിട്ട് അവിടെ ഒരു മെഷീന്റെ മുന്നിൽ പോയി നിന്ന് എന്തോ ചെയ്യും. പബ്ലിക് പ്ലേസിൽ നഗ്നതാ പ്രദർശനം നടത്തിയതിന് ഡാമർ അറസ്റ്റിലാകും. അങ്ങനെ മീറ്റ് സ്റ്റോറിലെ അവന്റെ ജോലിയും പോകും. അത് കഴിഞ്ഞ് ഡാമർ അവന്റെ ആർമിയിലെ മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് എന്ന എക്സ്പീരിയൻസ് ഉപയോഗിച്ച് അവിടെയുള്ള ഒരു ബ്ലഡ് പ്ലാസ്മ സെന്ററിൽ ജോലിക്ക് കയറും. ഒരു സൈക്കോയ്ക്ക് പറ്റിയ പണി. അവൻ അവിടെ നിന്ന് കളക്ട് ചെയ്ത ബ്ലഡിൽ കുറച്ചൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് അത് കുടിക്കാനൊക്കെ തുടങ്ങും. ഒരു വല്ലാത്ത സൈക്കോ തന്നെ. ഇവന്റെ പാരന്റ്സ് ശ്രദ്ധിച്ച് ഇവനെ ആദ്യമേ ഒരു മാനസിക രോഗ വിദഗ്ധനെ കാണിച്ചിരുന്നേൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. അതിനിടയ്ക്ക് ഡാമർ അവിടുത്തെ ഒരു ഗേ ബാറിൽ പോകാൻ തുടങ്ങും. അവിടെ നിന്ന് ഒരാളെ പരിചയപ്പെടും, ചാൾസ്. അങ്ങനെ ചാൾസ് ഡാമറിനെയും കൂട്ടി ഒരു ബാത്ത് ഹൗസിൽ പോകും. ആ ഗേ ബാറിൽ വരുന്ന ആൾക്കാരൊക്കെ അവരുടെ കുൽസിത പ്രവൃത്തികൾക്കായിട്ടാണ് അവിടെ വരുന്നത്. അങ്ങനെ ഡാമർ ചാൾസിന്റെ കൂടെ അവിടെ വന്ന് അവരുടെ വർത്തമാന സമ്മേളനമൊക്കെ നടത്തും. അതിനുശേഷം ഡാമർ അവിടെ ഒരു സ്ഥിരം കസ്റ്റമർ ആവാൻ തുടങ്ങും. ഓരോ ദിവസവും ഓരോ ആൾക്കാർ. അവന്റെ കൂടെ അവിടെ വരുന്നവരെ ഡ്രഗ് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങും. ഇത് തുടരുമ്പോൾ ബാത്ത് ഹൗസ് ഓണർ അവിടെ വരുന്നതിൽ നിന്നും ഡാമറിനെ വിലക്കും. ഇതിനിടയ്ക്ക് അവന്റെ വിഷമമൊക്കെ കണ്ട് അവനെ ചർച്ചിലേക്ക് അമ്മമ്മ വിളിക്കും. പക്ഷെ അവന് ദൈവത്തിൽ വിശ്വാസമില്ലെന്നും പറഞ്ഞ് പോകില്ല. അതേസമയം അവന്റെ ഗേ ബാറിലെ സന്ദർശനം തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോ ബാത്ത് ഹൗസിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് അവൻ ബാറിൽ കണ്ട ആളുമായി അവിടുത്തെ ഒരു ഹോട്ടലിൽ വരും. പക്ഷെ അവനെ ഡ്രഗ് ചെയ്യാൻ നോക്കുമ്പോൾ ഡാമറിന് ഗ്ലാസ് മാറിപ്പോകും. ഡ്രഗുള്ള ഗ്ലാസ്സിലെ പെഗ് ഡാമർ അറിയാണ്ട് കുടിക്കും. അവൻ ഡ്രഗിന്റെ ലഹരിയിലായി പോകും. അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലക്കടിയേറ്റ് മരിച്ചു കിടക്കുന്നതാവും ഡാമർ കാണുന്നത്. ഇത് കണ്ട് അവൻ പേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ പുറത്തുപോയി ഒരു ബാഗുമായിട്ട് വന്ന് ആ ബോഡി അതിലാക്കി കൊണ്ടുപോകും. എന്നിട്ട് അമ്മമ്മ പുറത്തു പോയ സമയം നോക്കി ഡാമർ ആ ബോഡി അവിടുത്തെ ബേസ്മെന്റിൽ കൊണ്ടുപോകും. അവിടെ വെച്ച് ഡാമർ ആ ബോഡി വെട്ടി നുറുക്കി ഡിസ്പോസ് ചെയ്യും. എന്നിട്ട് അവന്റെ തല ഡാമർ ഒരു പ്ലാസ്റ്റിക് റാപ്പറിൽ പൊതിഞ്ഞ് അമ്മമ്മ അവന്റെ അച്ഛന്റെ കുഞ്ഞിലത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന പെട്ടിയിലാക്കി അത് ഒളിപ്പിച്ച് വെക്കും. അവൻ ആ തലയെടുത്ത് ഉമ്മ വരെ വെക്കുന്നുണ്ട്. ഈ പോയിന്റിൽ അവനൊരു കംപ്ലീറ്റ് സൈക്കോ ആയി മാറിക്കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഇപ്പോ വർഷം 1987.
മിൽവാക്കി. ഡാമറിന് 27 വയസ്സ്. ഡാമർ ഇപ്പോൾ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിൽ വർക്ക് ചെയ്യുവാകും. പത്രത്തിലെ ഒരു പയ്യന്റെ മരണവാർത്ത കണ്ട് അവനോട് അട്രാക്ഷൻ തോന്നിയിട്ട് ഡാമർ അവന്റെ ഗ്രേവ് തോണ്ടിയെടുക്കാൻ നോക്കും. ഈ കാര്യങ്ങളൊക്കെ ഡാമർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനോട് പറയുവാകും. അവൻ അവരോട് പറയും, അന്ന് എനിക്ക് ആ മരിച്ച ബോഡിയുടെ കൂടെ കിടക്കാൻ പറ്റിയിരുന്നെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ലായിരുന്നു എന്ന്. നടന്നത് തന്നെ. എന്തൊക്കെ നടന്നാലും ഇവന്റെ ഉള്ളിലെ പിശാചി അടങ്ങിയിരിക്കില്ല. അതെന്നായാലും പുറത്തു വരും. ഇവൻ അറസ്റ്റിലായില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം തുടർന്നുകൊണ്ടേയിരുന്നേനെ. ഈ കൊലകളിൽ റേസിസവും അതോറിറ്റീസിന്റെ ഒന്നും പങ്ക് ചെറുതല്ല. എന്തായാലും അതിനുശേഷം ഡാമർ അവന്റെ വിക്ടിംസിനെ അവന്റെ അമ്മമ്മയുടെ വീട്ടിൽ കൊണ്ടുവരാൻ തുടങ്ങി. അവന്റെ ജീവിതത്തിൽ എല്ലാവരും അവനോടാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് പറയുന്നത്. പക്ഷെ അവന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരേയൊരു സിറ്റുവേഷൻ അവൻ ആ വിക്ടിംസിനെ കൊന്നിട്ട് സെക്ഷുവലി യൂസ് ചെയ്യുമ്പോഴായിരുന്നു എന്ന് ഇൻവെസ്റ്റിഗേറ്റേഴ്സിനോട് പറയും. ഡാമർ അവന്റെ അമ്മമ്മയുടെ അപ്പാർട്ട്മെന്റിൽ വെച്ച് 3 പേരെ കൊല്ലും. അവരെ 3 പേരെയും അവൻ ആ വീടിന്റെ ബേസ്മെന്റിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് ആ ബോഡി ഡിസ്പോസ് ചെയ്യും. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മമ്മയ്ക്ക് സ്മെല്ല് വന്നു തുടങ്ങിയതോടെ ഡാമർ ബോഡി പാർട്സ് ഒക്കെ പ്ലാസ്റ്റിക് ബാഗുകളിലാക്കി പുറത്തു കൊണ്ടുപോയി കളയാൻ തുടങ്ങും. അമ്മമ്മയ്ക്ക് അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് തോന്നിയിരുന്നു. പക്ഷെ എന്താണെന്ന് അറിയില്ലായിരുന്നു. അവൻ എല്ലാവരോടും പറഞ്ഞിരുന്നത് അത് റോഡ് കില്ലിനെ ടാക്സിഡെർമി ചെയ്യുന്നത് കൊണ്ട് വരുന്ന സ്മെല്ലാണെന്നാണ്. പക്ഷെ ഒരു ദിവസം ഡാമറിന്റെ അമ്മമ്മ അവൻ ഡെവിലിനെ ആരാധിക്കാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സെറ്റപ്പ് കണ്ടിട്ട് ഡാമറിന്റെ അച്ഛനെ അറിയിക്കും. പുള്ളി വന്ന് ബേസ്മെന്റ് ചെക്ക് ചെയ്യും. പക്ഷെ അപ്പോഴും ഡാമർ വീണ്ടും ടാക്സിഡെർമി എക്സ്പെരിമെന്റ് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടും. ഡാമറിന്റെ അച്ഛൻ വന്ന് ഈ പരിപാടിയൊക്കെ നിർത്താൻ പറഞ്ഞ ശേഷം കുറച്ചു നാളത്തേക്ക് അവനൊന്നും ചെയ്യില്ല. എന്നാൽ ഒരു ദിവസം ഡാമർ കാറ് വഴിയിലായ ഒരാളെ സഹായിക്കാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരും. എന്നിട്ട് അവന്റെ ഡ്രിങ്കിൽ ഡ്രഗ് കലക്കി കൊടുക്കും. പക്ഷെ ഭാഗ്യത്തിന് ഡാമറിന്റെ അമ്മമ്മ ആ സമയം ഉറക്കം എഴുന്നേറ്റ് വരും. എന്നിട്ട് ആ പയ്യൻ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ട് അമ്മമ്മ ആ പയ്യൻ എഴുന്നേൽക്കുന്നത് വരെ അവന്റെ കൂടെ ഇരിക്കാമെന്ന് പറയും. ഇത് കേട്ട് ഡാമറിന് ദേഷ്യം വരും. എന്നിട്ട് അമ്മമ്മയോട് ചോദിക്കും, നിങ്ങൾക്ക് ഇവനോട് ഇത്ര സ്നേഹമാണെങ്കിൽ എന്താ ആംബുലൻസ് വിളിക്കാത്തേ എന്ന്. അതിന് അമ്മമ്മ ഒന്നും പറയില്ല. അവർക്കറിയാമായിരുന്നു അവിടെ എന്താ നടക്കുന്നതെന്ന്. ഉറപ്പില്ലായിരുന്നേ ഉള്ളൂ. അവർ അവരുടെ ചെറുമകനോടുള്ള സ്നേഹം കാരണം എല്ലാം കണ്ടില്ലെന്ന് നടിക്കുമായിരുന്നു. എന്തായാലും അടുത്ത ദിവസം രാവിലെ അമ്മമ്മയും ഡാമറും കൂടി ചേർന്ന് ആ പയ്യനെ ബസ് കയറ്റി വിടും. സ്വബോധമില്ലാതെ അവൻ എവിടെയോ ചെന്നിറങ്ങി എങ്ങോട്ടോ പോയി ബോധം കെട്ട് വീഴും. അവനെ ആരോ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കും. അവിടുന്ന് ഓക്കെ ആയ അവൻ നടന്ന കാര്യം മുഴുവൻ പോലീസിനോട് പറയും. അവനെ ഡ്രഗ് ചെയ്ത കാര്യവും ബാക്കിയുള്ളവർ പറഞ്ഞറിഞ്ഞ ബാത്ത് ഹൗസിലെ കാര്യങ്ങളൊക്കെ ഡാമറിന്റെ ലൊക്കേഷൻ വരെ പറഞ്ഞു കൊടുക്കും. പക്ഷെ അവരത് കാര്യമാക്കില്ല. പ്രത്യേകിച്ചും വിക്ടിം ഒരു കറുത്ത ആളായതുകൊണ്ട് തന്നെയാണെന്ന് നമുക്ക് പറയാം. ആ കേസ് അങ്ങനെ അവിടെ തീരും. ഡാമറിന്റെ അടുത്ത വിക്ടിം നമ്മൾ മുന്നേ കണ്ട ഒരു 14 വയസ്സുള്ള പയ്യനില്ലായിരുന്നു, അവന്റെ ബ്രദർ ആയിരുന്നു. പക്ഷെ അവൻ ഡ്രഗ് ചെയ്യപ്പെട്ടെങ്കിലും കൊല്ലപ്പെടില്ല. അവൻ രക്ഷപ്പെട്ടു പോകും. അമ്മമ്മ ആ സമയം എഴുന്നേറ്റത് കൊണ്ട് ഡാമറിന് അവനെ ചേസ് ചെയ്യാനും പറ്റില്ല. എങ്ങനെയൊക്കെയോ വീട്ടിലെത്തിയ അവന്റെ അവസ്ഥ കണ്ട് അച്ഛനും അമ്മയും ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവിടെ നിന്ന് പിന്നെ പോലീസായി കോർട്ടായി. പക്ഷേ ജഡ്ജ് ഒരു മലരനായിരുന്നു. മിനിമം ശിക്ഷ, വെറും മിനിമം ശിക്ഷയായിരുന്നു ഡാമർ ആ കുട്ടിയോട് ചെയ്തതിന് ഈ മാക്രിക്കണ്ണൻ മലരപ്പൻ അവന് കൊടുത്തത്. ഇത് കഴിഞ്ഞ് ഡാമറിന്റെ അച്ഛൻ അവനെയും വിളിച്ച് അമ്മമ്മയുടെ വീട്ടിൽ വരും. അവിടെ നിന്ന് അവസാനമായിട്ട് ഒരു ഡിന്നറും കഴിച്ച് എങ്ങോട്ടേലും പൊക്കോളണമെന്ന് പറയും പുള്ളി. അതിനിടയ്ക്ക് അമ്മമ്മയുടെ ആ ബോക്സ് തിരിച്ചു ചോദിക്കും. ഇവൻ അതെടുത്തിട്ട് കീ കണ്ടില്ല, അത് കണ്ടില്ല, ഇത് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ അച്ഛൻ ഞാനിത് വെട്ടി കീറുമെന്നും പറഞ്ഞ് അവിടെ നിന്ന് കിച്ചണിലേക്ക് പോകും. ആ സമയം കൊണ്ട് ഡാമർ ആ ബോക്സ് തുറന്ന് അതിലിരിക്കുന്ന തല എടുത്തു മാറ്റും. അച്ഛൻ തിരിച്ചു വരുമ്പോഴേക്കും അവൻ കീ കിട്ടിയെന്നും പറഞ്ഞ് എടുത്തു കൊടുക്കും. അത് തുറന്നു നോക്കുമ്പോൾ കുറച്ച് പ്ലേ ബോയ് മാഗസീൻസ് മാത്രമേ ഉണ്ടാവൂ. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഡാമറിന്റെ അച്ഛൻ ഷരിയോട് പറയും, ഇതൊക്കെ എന്റെ തെറ്റാണ്, ഞാൻ അവനെ ശ്രദ്ധിക്കണമായിരുന്നു എന്ന്. കോർട്ട് ട്രയൽ സമയത്ത് വിക്ടിംസിന്റെ ഫാമിലി പറയുന്നത് കേൾക്കാൻ പോലും ആ അഴുക്ക ജഡ്ജ് നിന്നില്ല. ആ പയ്യന്റെ അച്ഛന്റെ നോട്ടം ഡാമറിന്റെ അച്ഛനെ വല്ലാണ്ട് വേദനിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഡാമറിന്റെ അച്ഛൻ അവന്റെ ശിക്ഷ കഠിനമാക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ എഴുതും. അവന് വേണ്ട കൗൺസിലിംഗ് ചെയ്യണമെന്നും പറയും. പക്ഷെ ഇതൊന്നും അവിടെ നടക്കില്ല. അവൻ ജസ്റ്റ് 1 വർഷം അവിടെ കിടന്നിട്ടിങ്ങി ഇറങ്ങി വരും. അവിടെ അവന് വേണ്ട ട്രീറ്റ്മെന്റ് കിട്ടിയില്ലെന്നറിഞ്ഞ ഡാമറിന്റെ അച്ഛൻ തകർന്നു പോകും. കറക്ഷൻ സെന്ററിൽ നിന്ന് പുറത്തു വന്ന ഡാമർ പുതിയ ഒരു സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങും. ഇവിടെ നിന്നാണ് ഇനി ഇവൻ ബാക്കി കൊലകൾ ചെയ്യുന്നതും പിടിക്കപ്പെടുന്നതും.